സജി മഞ്ഞക്കടമ്പന്റെ രാജി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. മോൻസ് ജോസഫ് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ എതിർപ്പിന് കാരണം. ഇത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അവരുമായി കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. സനോജിലേക്ക് എത്താം. എന്തായാലും സജി മഞ്ഞക്കടമ്പന്റെ രാജി കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സജി മഞ്ഞക്കടമ്പനെ പോലുള്ള പ്രമുഖനായ ഒരു നേതാവ്, കോട്ടയത്ത് അത്രയധികം സ്വീകാര്യതയുള്ള ഒരു നേതാവ് തന്നെ രാജിവെച്ച് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ മോൻസ് ജോസഫ് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം നേതാക്കളുടെ എതിർപ്പിന് തന്നെ വലിയൊരു കാരണമായി തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയുന്നത് പോലെ കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ഇത്തരത്തിൽ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ഗുഡ് മോർണിംഗ് സനോജ്, അതായത് സജി മഞ്ഞക്കടമ്പന്റെ രാജി ചെറിയ പ്രതിസന്ധിയിലൊന്നുമല്ല ജോസഫ് ഗ്രൂപ്പിനെ എത്തിച്ചിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്, വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത്തരത്തിൽ സജി മഞ്ഞക്കടമ്പനെ പോലൊരാള് രാജിവെച്ച് പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതികൂല സാഹചര്യത്തിലേക്ക് തന്നെയാണ് അവരെ തള്ളിവിടുന്നത്. തീർച്ചയായിട്ടും അഞ്ജന, ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ള കടുത്ത വിഭാഗീയതയാണ് പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പി ജെ ജോസഫ് അദ്ദേഹം പാർട്ടിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുമ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ദൈനംദിന പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് മോൻസ് ജോസഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അതിന് എതിരെ ശക്തമായ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. സജി മഞ്ഞക്കടമ്പൻ ഏറെക്കാലമായി പാർട്ടിയിൽ അപമാനിതനായി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മോൻസ് ജോസഫിന്റെ അഹന്തക്കെതിരെയാണ് താൻ രാജിവെക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സജി മഞ്ഞക്കടമ്പൻ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സജി അതിന് പറഞ്ഞ കുറെ കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത്, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ ഒഴിവാക്കി മറ്റ് ആളുകളെ കൊണ്ടുപോയാണ് നോമിനേഷൻ സമർപ്പിച്ചത് എന്നാണ് സജി പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വികാരം. അതായത് സാധാരണ നിലയിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്, UDFന്റെ ജില്ലാ ചെയർമാനാണ്. 5 പേർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ കളക്ടറുടെ ചേംബറിൽ, അതായത് ഭരണാധികാരിയായിട്ടുള്ള കളക്ടറുടെ ചേംബറിൽ പ്രവേശിക്കുവാൻ കഴിയുക. ആ ഒരു സാഹചര്യത്തിൽ മോൻസ് ജോസഫ് ബോധപൂർവം പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന തന്നെ ഒഴിവാക്കി എന്നുള്ള വികാരമാണ് സജി പങ്കുവയ്ക്കുന്നത്. മറുവശത്താണെങ്കിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴികാടന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ അവരുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ലോപ്പൻസ് മാത്യുവിനെ പ്രത്യേക പരിഗണന നൽകി ഭരണാധികാരിയുടെ മുറിയിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യവും സജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിഗണന തനിക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ വളരെ ബോധപൂർവമായി അപമാനിക്കുന്ന ഒരു ഇടപെടലാണ് മോൻസ് ജോസഫിന്റെ ഭാഗത്തുനിന്നും പലതവണ ഉണ്ടായിട്ടുള്ളത് എന്ന് സജി വൈകാരികമായി ഇന്നലെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലപ്പോഴും പാർട്ടി പരിപാടികളിലും UDFന്റെ പരിപാടികളിലും പോസ്റ്ററുകളും ഫ്ലെക്സുകളും അടിക്കുമ്പോൾ ആ ഫ്ലെക്സുകളിൽ ഫോട്ടോയുടെ വലിപ്പം കുറഞ്ഞു എന്നതിന്റെ പേരിൽ തന്നെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുന്ന ഒരു സമീപനം മോൻസ് ജോസഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പൊതുജന സമക്ഷത്തിൽ തന്നെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും മോൻസ് ജോസഫ് നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പാർട്ടിയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മോൻസ് ജോസഫിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് സജി പറയുമ്പോൾ, സജി മാത്രമല്ല ഈ പാർട്ടിയിൽ അത്തരത്തിലുള്ള വികാരത്തോടു കൂടി കഴിയുന്നത്. മറ്റ് പല ആളുകളും ആ പാർട്ടിക്കുള്ളിൽ മോൻസ് ജോസഫിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശക്തമായ രീതിയിൽ അമർഷമുണ്ട് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ പല നേതാക്കന്മാരും ആ അമർഷങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഒടുവിൽ ഗതികെട്ടാണ് സജി ഇത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തിയത്. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള കടുത്ത വിഭാഗീയത വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തന വേളയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നേതാക്കന്മാർ ഒരുപാടുണ്ടെങ്കിൽ പോലും അണികൾ കാര്യമായി ഇല്ലാത്തൊരു പാർട്ടിയാണ്. അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അവരുടെ സംഘടനാ ദൗർബല്യം കൊണ്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പ് കേരള നിർജ്ജീവമായി പോവുകയാണ് കോട്ടയത്ത്. അതിനിടയിൽ
കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ പ്രതിസന്ധി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അഞ്ജന. ശരി, എന്തായാലും മഞ്ഞക്കടമ്പന്റെ രാജി വലിയ രീതിയിലുള്ള കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വളരെയധികം പ്രതിസന്ധിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ഈ ഒരു വിഭാഗീയതയുടെ ഭാഗമായി പുറത്തു പോകും വരും എന്നതിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കേണ്ടതുണ്ട്.